കണ്ണിൽ വിടരും രാത്തരങ്ങൾ നീയെ, മണ്ണിൽ പുലരും പൂക്കാലങ്ങൾ നീയെ, നിറുകിൽ പടരാൻ ഉയരക്കൊണ്ട മഴയോ, കിളികൾ പറയാതിതൾ വിരിഞ്ഞ കഥയോ, പുഴകളോ വഴികളോ തിരതൊടുന്ന പുതിയ കരകളോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്നത് ഇന്ന് നമ്മുടെ പിള്ളേരുടെ സ്കൂളിലെ പരിപാടിയാണ് കേട്ടോ. ആനുവൽ ഡേ ആണ്. അപ്പം അവരുടെ ആദ്യത്തെ ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയണം. പാച്ചുനും ഉണ്ട്, തോമുകൂട്ടനും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫാമിലി ആയിട്ടാണ് പോണത്. അങ്ങനെയാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ വരാമെന്നാണ്. അപ്പം ഡാഡിയും മമ്മിയും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോണത്. അപ്പം രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ഞാൻ മുടി അങ്ങ് സ്ട്രെയിറ്റ് ചെയ്തു കേട്ടോ. ആ ഒരു പരിപാടി കഴിഞ്ഞ് പോകാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. കുറച്ച് നേരം ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹീറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വല്ലപ്പോഴേ ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാറുള്ളൂ. എനിവേ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരെന്താ ചെയ്യാൻ പോണേ. സംഭവം സ്കൂളിൽ മാം പറഞ്ഞു ഒരു പെർഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പം എന്തായാലും ഭയങ്കര എക്സൈറ്റഡ്, ഓവർ എക്സൈറ്റഡ് ആണ്. നിൽക്കുമോ, വിളിച്ചാൽ പോവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഉണ്ട് കേട്ടോ. അപ്പം വേണ്ടോ, ഇവിടെ ഒരു ഗ്രേ ഹെയറിൻ്റെ ഒരു കൂമ്പാരം ഉണ്ട് ഇവിടെ. എന്തായാലും അത് റെഡിയാക്കണം ഇനി. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ദേ വേഗം താഴെ വന്ന് കുപ്പിയും പാട്ടയൊക്കെ തിളപ്പിച്ച് റെഡി ആവുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്ത് വട വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചതേ ഞങ്ങളെല്ലാം റെഡിയായി. ഞാനും പിള്ളേരും ഡോൺചാനും വന്ന് ഇനിയിപ്പോൾ മമ്മിയും ഡിംപിളും ഒന്ന് റെഡി ആയിട്ട് വന്നാൽ മതി. അങ്ങനെ നമ്മൾ ഒരു 10 മണിക്ക്, ഡിംപിൾ 9:30 പോയാലോ എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ആളാണ് ഏറ്റവും ലാസ്റ്റ് റെഡി ആയിട്ട് വന്നത്. കാരണം ഡാഡിക്ക് പുറത്ത് പോകുന്നതുകൊണ്ട് ഡിംപിളിന് പാച്ചുവിനെ തന്നെ മാറ്റിക്കാൻ കുറച്ച് റിസ്ക് ആയിട്ടോ. എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അതേ തോമുവിൻ്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. നല്ലൊരു കോസ്റ്റ്യൂമായിരുന്നു ഇത്. നമ്മുടെ ചാക്കോച്ചൻ ചാക്കോച്ചൻ പുറത്തു പോയ വേറൊരു ആളാണ്. അങ്ങനെ ഞങ്ങൾ ചെന്ന് വഴിക്ക് നേരെ ഗ്രീൻ റൂമിലേക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് തോമുവിൻ്റെയൊക്കെ പരിപാടിയാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ റീമോൾ മാം ഓരോരുത്തരെ ഇരുത്തി മേക്കപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ തോമു മേക്കപ്പ് ഇടാൻ ഇരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, ഗേൾസാണ് മേക്കപ്പ് ഇടുക, ഞാൻ മേക്കപ്പ് ഇടില്ല, ലിപ്സ്റ്റിക് ഇടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തർക്കമായിരുന്നു കേട്ടോ. ഇത് തോമുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. ആൻ്റണി, മൈക്ക എല്ലാവരും ഫ്രണ്ട്സാണ്. കുറച്ച് അടുപ്പം കൂടുതൽ ആൻ്റണിയോടും അയാനോടുമാണ് കേട്ടോ. അപ്പം അടുത്ത തോമുമാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പം യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വരെ വളരെ ക്വാളിറ്റിയോടെ നോക്കി മാക്കിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. സാധാരണ കാരണം സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് വന്നാലോ. അപ്പോൾ തോമു ഇവിടെ റെഡി ആവാണ് കേട്ടോ. അവനെ സംബന്ധിച്ച് റീമോൾ മാം എന്ന് പറയുമ്പം റെസ്പെക്റ്റ് പ്ലസ് എന്താ പറയുക, ഒരു ചെറിയ പേടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് മാമിനോട് അവൻ മേക്കപ്പ് ഇട്ടപ്പോൾ ഞാൻ പറയായിരുന്നു, മാമാണ് അവനെ ആദ്യം കൈ പിടിച്ച് എഴുതിയത്, അല്ലെങ്കിൽ മാമാണ് ആദ്യമായിട്ട് അവൻ്റെ മുഖത്ത് മേക്കപ്പ് ഇടുന്നതെന്നൊക്കെ. അപ്പോൾ മാം പറയാം ഷോ എന്ന് പറഞ്ഞു കേട്ടോ. തോമ ഒന്നും മിണ്ടില്ല. സംഭവന് സ്റ്റേജിൽ കളിക്കാൻ പോകണമെന്നൊന്നുമില്ല. എന്നാൽ മാം പറഞ്ഞതല്ലേ ഡാൻസ് കളിക്കണ്ടേ എന്ന് വിചാരിച്ച് റെഡി ആവാനിരിക്കാനുണ്ട്. അപ്പോൾ ഗേൾസ് ഫുള്ള് യെല്ലോ ഫ്രോക്കും, ബോയ്സ് ഈ ഒരു ഷർട്ടും ഒരു ഓഫ് വൈറ്റ് അല്ല ക്രീം കളർ പാൻറ്റുമാണ് കേട്ടോ ഇട്ടിരുന്നത്. അപ്പം മാം ക്ഷമ ഞാൻ സമ്മതിച്ചു കേട്ടോ. പിള്ളേർ ചിലർ 2-3 പേര് ലിപ്സ്റ്റിക്ക് കളഞ്ഞു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, തോമുനായിരുന്നു എനിക്ക് സകലമാന ടെൻഷൻ മൊത്തം. കാരണം ഇന്നലെ തൊട്ട് ആൾ പറഞ്ഞു ഞാൻ സ്റ്റേജിൽ ഡാൻസ് കളിക്കില്ല, ഇതാണ് രാവിലെ വന്ന് വേണ്ട, സ്കൂളിൽ പോകണ്ട. അവനെ സംബന്ധിച്ച് എല്ലാവരും പോകാമെന്ന് വെച്ചാൽ ട്രിപ്പ് പോകാമെന്നാണ് ഇപ്പം അവൻ്റെ മനസ്സിലിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവനെ സംബന്ധിച്ച് മാം എന്ന് പറയുമ്പോൾ അവന് ഈ പറഞ്ഞ സംഭവമാണ്. അപ്പം ഞാൻ വളരെ കൗതുകത്തോടെയാണത് നോക്കി നിന്നത്. ലൈക്ക് സ്മോൾ കിഡ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. അവൻ ഇരുന്ന് കൊടുക്കുമോ, എല്ലാവരും മാമിന് അങ്ങനത്തെ ഒരു എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പക്ഷേ മാമിൽ നമുക്ക് അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാവും. മാമിനത് നല്ലൊരു നാക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിള്ളേരെ അതേ സമയത്ത് സ്നേഹിച്ച് കൂടെ നിർത്താനും അതേ സമയത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നിർത്താനും കൂടെ നമുക്കൊരു കേപ്പബിലിറ്റി വേണം. ആസ് എ ടീച്ചർ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളാണ്, അവരെ പിടിച്ചിരുത്തുക എന്ന് വെച്ചാൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ പോലും
പിള്ളേർ മേക്കപ്പ് ഇടാൻ നിൽക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. നിന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ മേക്കപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ലിപ്സ്റ്റിക്കൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആൾ ഒന്നും നോ പറയണില്ല. എനിക്കിനി ആകെയുള്ള വിഷമം ഇതേ ഇപ്പം കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു, ഇനി സമ്മർ ക്യാമ്പ് കഴിഞ്ഞാൽ അവൻ്റെ ഫസ്റ്റ് സ്കൂൾ ജേണി അവസാനിക്കുകയാണ്. അവനേക്കാളും എനിക്കാണ് സങ്കടം. കാരണം അവൻ പല കാര്യങ്ങളും ചേഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ പല കാര്യങ്ങളും പുതിയ നല്ല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ ഫസ്റ്റ് സ്കൂളിൽ നിന്നാണ്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും സ്കൂളിനും മോർ ഓവർ ഞാൻ റീമോൾ മാമിനും കൊടുക്കും കേട്ടോ. ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല മാമിനോട്. പക്ഷേ എൻ്റെ മോൻ്റെ ഒരു 99% ചേഞ്ചിനും ഞാൻ ആഗ്രഹിച്ചൊരു ചേഞ്ച് അവനിൽ വരുത്തിയത് മാമാണ്. നമ്മൾ മാതാപിതാക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അവർക്ക് നമ്മുടെ അടുത്ത് പല അടവുകൾ ഇറക്കും. പക്ഷേ അവനെ സംബന്ധിച്ച് മാമിനോട് അവന് അടവുകൾ ഇറക്കാൻ പറ്റില്ലെങ്കിലും അവന് ഉള്ളിനുള്ളിൽ ഭയങ്കര ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം തോമിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ആൾ റെഡിയാണ്, ആ ഒരു ഇഷ്ടം കാണിക്കും, പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇഷ്ടമല്ലെങ്കിൽ ആ വഴിക്ക് അവൻ തിരിഞ്ഞ് നോക്കില്ല. അപ്പോൾ അങ്ങനെ അതേ തോമിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട്. ചിലരൊക്കെ വളരെ പുട്ടിയടിച്ച് കയറ്റിയിട്ട് പിള്ളേരെ, നമ്മുടെ പിള്ളേരാണോന്ന് മനസ്സിലാവില്ല, അതുപോലെ പുട്ടിയടിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് ഭയങ്കര ഹാപ്പി ആവുന്ന രീതിയിലുള്ള മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇവരുടെ പരിപാടി ശരിക്കും ലൈവ് ഉണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ. അപ്പോൾ അമ്മയൊക്കെ ലൈവാണ് കണ്ടത്. അമ്മ ആദ്യം വരണോ വേണ്ടോ എന്നിങ്ങനെ ഡബിൾ തിങ്ങിൽ തോട്ടലായിരുന്നു നിന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിപ്പം ഈ ഒരാഴ്ച അമ്മ ആക്ച്വലി ഞങ്ങൾ മൂന്നാർ പോകുന്ന ആ വീക്ക് തൊട്ട് വരാൻ തുടങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ, ഈ ആഴ്ച എനിക്ക് അമ്മയോട് പറയണമെന്നുണ്ട്. കാരണം നമുക്കൊരു നല്ലൊരു ഫങ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനൊന്ന് പാർലറിൽ പോകണം. എൻ്റെ കാലാകെ ക്രാക്ക് വീണ് നാശമായിട്ടിരിക്കുക. അപ്പോൾ എനിക്കത് ഒരു പെഡിക്യൂർ എന്തായാലും ചെയ്യണം. അങ്ങനെയൊക്കെ വിചാരിച്ചതേ. ഇതാണ് മൈക്കാട്ടോ. മൈക്കാണ് ഫുൾ സ്വിങ്ങിൽ നിന്നത്. നമുക്ക് ഡാൻസ് കളിക്കണം, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ആൻ്റണിക്കാണെങ്കിൽ ആകെ കോൺഷ്യസ് ആയിരുന്നു ലിപ്സ്റ്റിക്ക് പോകുമെന്നുള്ളത്. പക്ഷെ ആൾ ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് തോമിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഇസാക്ക്, അവൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്നത് മൈക്കും ആൻ്റണിയാണ് കേട്ടോ. ഗേൾസൊക്കെ നല്ല ബോയും നല്ല യെല്ലോ ഫ്രോക്ക്. ഇവർക്കെല്ലാം കയ്യിലൊരു ബാൻഡ്, അവർക്കൊരു എനിക്കൊന്ന് സ്റ്റോൺസിൻ്റെ ബാങ്കിളോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ കൊടുത്തത്. ടീച്ചേഴ്സ് എല്ലാം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, എന്നൊക്കെ അറിയില്ല, നമ്മൾ ഒരു കൊച്ചിനെ വീട്ടിൽ പോറ്റാൻ പെടുന്ന പാടെ അവർ ഇത്രയും പിള്ളേരെ ഒന്ന് സെറ്റാക്കിയത്. അങ്ങനെ എല്ലാവരും കളത്തിലിറങ്ങുകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഫസ്റ്റ് ഇവരുടെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണെന്ന് കേട്ടപ്പോൾ എൻ്റെ ചങ്കിടിച്ചു. ദൈവമേ ഇനി എന്താവും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും യോ പറയാണ് കേട്ടോ. അത് മാം പറഞ്ഞ വഴിക്ക് എല്ലാവരും യോ പറയുന്നുണ്ട്. ഭയങ്കര മൂഡിലാണ് എല്ലാവരും കേട്ടോ. തോമുന് പോകണം വേണം പോകണ്ട അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇരുന്നത്. അപ്പോൾ അവരെ ഗ്രീൻ റൂമിൽ നിന്ന് ഇറങ്ങി റെഡിയാക്കി, അതായത് നിർത്തിയേക്കാണ്. ഇതൊരു എനിക്ക് തോന്നുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓണേഴ്സിൽ ഒരാളാണെന്ന് തോന്നുന്നു ഈ മാം. എനിക്ക് ആരാന്ന് അറിയത്തില്ല, ഞാൻ സ്പീച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ കൃഷ്ണമൂർത്തി സാറിനെ എനിക്ക് മനസ്സിലായി. പിന്നെ പിള്ളേർക്കെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പിള്ളേരുമായിട്ടുള്ള മിംഗ്ലിംഗ് ആണ് അവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അവർക്ക് പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. എനിക്കതാണ് കൂടുതൽ ഫീലായിട്ടുള്ളത്. ഞാനിനിയും ചാക്കോച്ചനെയും വിടണം, സമ്മർ ക്യാമ്പോട്ട് വിട്ട് തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും 2-3 ഡേയ്സ് എനിക്ക് കൂടെ പോയി ഇരിക്കേണ്ടി വരും. അവൻ ഇരുന്നാൽ എനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷനായിരുന്നു. അവനങ്ങനെ പോയി ഇരുന്നാൽ ഡ്രൈവിങ്ങിന് പോകണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതാണ് കൃഷ്ണമൂർത്തി സാറ്, ആ ബ്ലൂ ഷർട്ട് ഇട്ടിട്ട് നേരെ നിൽക്കുന്ന ആൾ വളരെ ഹമ്പിളാണ് കേട്ടോ. എനിക്ക് തോന്നിയത് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പേഴ്സണായിട്ട് എനിക്ക് തോന്നിയത്. ഇത് നമ്മുടെ മേരി മാം. എനിക്ക് ഫ്രണ്ട് വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം തോമുന് കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധമായിരുന്നു. ഇനി ഞാൻ ഓർത്ത് ലാസ്റ്റ് മിനിറ്റ് കരയിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവൻ കരഞ്ഞിട്ടില്ലായിരുന്നു. ആൾക്ക് വിഷമം ഉണ്ടെങ്കിലും പുറത്തോട്ട് കാണിക്കില്ലായിരുന്നു. മാം പറഞ്ഞല്ലോ. അങ്ങനെ അവരുടെ ആ ഒരു ടൈം എത്തിയിരിക്കുകയാണ്. ദ ടൈം ടു റോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ പാച്ചുവിൻ്റെ സെറ്റാണ് കേട്ടോ. അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഡാൻസ് കളിക്കാൻ പോകും. അപ്പോൾ പാച്ചുവിൻ്റെ വീഡിയോ ഒക്കെ ഡിമ്പിൾ കാണിക്കും കേട്ടോ. അത് കാണിച്ച് സസ്പെൻസ് കളയാൻ ഞാനില്ല. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ എന്താ പറയുക, ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരുന്നു ഡിമ്പിൾ കേട്ടോ. മോനെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റുന്ന അവൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ടെൻഷൻ ഡിമ്പിളിന് നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ആള് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത്, ആളായാലും ഭയങ്കര കുട്ടപ്പിയായിട്ടാണ് വന്നത് കേട്ടോ. അപ്പം
അതുകൊണ്ട് ഡിംപിൾ തന്നെ പാച്ചുവിൻ്റെ ഡാൻസ് കാണിക്കട്ടെ, അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. ഞാൻ ഓർത്തു ചാക്കോ തോമുൻ്റെ എനിക്ക് ഈ ഒരു ബാക്ക് വ്യൂ ഉള്ളൂ, ഫ്രണ്ട് വ്യൂ ഡോൺ ചേട്ടൻ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഇനി അതിന് കോപ്പിറൈറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. സോ ഞാൻ എന്തായാലും കോപ്പിറൈറ്റ് മീൻസ് സ്ട്രൈക്ക് അല്ല, പാട്ടിന് കോപ്പിറൈറ്റ് കിട്ടിയാലും കുഴപ്പമില്ല, എന്നാലും ഞാൻ ഇടാട്ടോ. അപ്പോൾ അതേ വളരെ പാട്ട് സ്റ്റാർട്ടായപ്പോൾ അവൻ വളരെ ഭംഗിയായിട്ട് കളിച്ചു തുടങ്ങിയിട്ട് ഞാൻ ഓർത്തു എങ്ങനെ അവനത് ഓർത്തു വെച്ചു. പിള്ളേരെല്ലാം അവരെ ശരിക്കും ഒരു 3 months ട്രെയിനിങ് ആണ് കേട്ടോ. ജാനുവരി തൊട്ട് അവരെ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് മാം പറഞ്ഞത്. അപ്പോൾ അത് നല്ല വന്നപ്പം തോമുന് ലിപ്സ്റ്റിക്ക് പോകുമെന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി വന്നു കേട്ടോ. അപ്പോൾ ചുണ്ടത് ഇങ്ങനെ കൂർപ്പിച്ച് പിടിച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതേ ഡാൻസൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അവൻ കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ അത് നിന്ന് ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിവേ അവൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്തായാലും അവൻ വളരെ സക്സസ്ഫുള്ളി അവൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആസ് എ മദർ ഐ എം സോ ഹാപ്പി. അല്ലേ ചാക്കോ? ഹലോ ഹലോ പറഞ്ഞേ. ഹലോ എവരിബഡി. ടോമുചാട്ടിൻ്റെ ഡാൻസ് കണ്ടോ? ചാക്കോച്ചന് വന്നു അല്ലേ ചാക്കോ? ചാക്കോച്ചൻ ആകെ ഇളകിയിട്ട് ബാർബിയുടെ പാട്ട് വന്നപ്പോഴേ അല്ലേ ചാക്കോ? എന്തോ ഹലോ പറഞ്ഞ എല്ലാവരോടും. ഹായ്, സുഖാണോ? ആ ഞാൻ പറഞ്ഞില്ല ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ വന്നപ്പോൾ തന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ എൻ്റെ പൊന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്നൊക്കെ പറഞ്ഞ പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. എന്തായാലും കുട്ടി സ്റ്റെപ്പൊന്നും മറന്നില്ല. അമ്മയുടെ അപ്പയുടെ മാനം കാത്തു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറയത്തില്ല എപ്പോഴും അവനിങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഇവൻ നോ എന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ടെൻഷനായത്. അതും ഇന്നലെ തൊട്ടാട്ടോ, അതുവരെ ഒന്നും പറയുന്നൊന്നുമില്ലായിരുന്നു. മാം പറഞ്ഞ പൊസിഷനിൽ തന്നെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് അവന് പെൺപിള്ളേരെ കൈ പിടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലതായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അതാണ് സംഭവം. ഒരു സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടോ. എന്തോ ഒരു വലിയ ഭാരം. ഞാൻ പറയായിരുന്നു എഞ്ചിനീയറിംഗ് പരീക്ഷ പോലും ഞാൻ ഇത്രയും ടെൻഷനോടെ എഴുതിയിട്ട് ഫേസ് ചെയ്തിട്ട് വൈവയ്ക്ക് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ ഇടയ്ക്ക് ഇവയുടെ ഷൂസ് ഒന്ന് ഊരിപ്പോയി. അപ്പോൾ അത് ദേ മാം ഓടിപ്പോയി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവ റെഡിയായി കളിച്ചു കേട്ടോ. അപ്പോൾ ദേ ആയാനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. എനിക്കങ്ങനെ എല്ലാവരുടെ പേരും അറിയില്ല, അപ്പോൾ അറിയാവുന്നവരുടെ പേര് പറഞ്ഞാണ്. എന്തായാലും പിള്ളേർ പൊളിച്ചു കേട്ടോ. ആർക്കും ഒരു മറവിയോ ഒന്നും ഉണ്ടായില്ല. എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഡാൻസ് കളിച്ചു. അത് അവസാനിച്ച് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളതാണ് കേട്ടോ. അവൻ തിരിച്ച് വരണ വരെ എനിക്കൊരു ടെൻഷനായിരുന്നു അവൻ കംപ്ലീറ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. എന്തായാലും തോമുൻ്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയട്ടോ. നിങ്ങൾ ചിലപ്പം ലൈവൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ലിങ്ക് മമ്മി ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും മമ്മിയുടെ വീഡിയോസ് കാണുമ്പോൾ അറിയാം ഇന്നതാ ചെയ്യാൻ പോകണം. ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യങ്ങൾ ഡെയിലി അറിയുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നല്ലൊരു അഭിപ്രായം പറയണം കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ അവരവരുടെ ഫംഗ്ഷൻ കഴിയുമ്പോൾ മാറി പോകുമായിരുന്നു. കാരണം ഹാള് കുറച്ച് കൺജസ്റ്റഡ് ആയിപ്പോയി, ആൾക്കാരും ബഹളവും ഒക്കെ ആയിട്ട്. വൈകുന്നേരം വരെ ഫംഗ്ഷനുണ്ട്. നെക്സ്റ്റ് ഇവർക്ക് 2-3 ബ്രാഞ്ചുകളുണ്ട്. അവിടുത്തെ പിള്ളേരുടെ പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, ആ ഒരു ഡേ അങ്ങ് കഴിഞ്ഞു. ഈ ഒരു മാർച്ച് 21 ആലോചിക്കാതെ ഉറങ്ങാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ഇത് അറിഞ്ഞതിൽ പിന്നെ ഡാൻസിനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേ അങ്ങനെ ദേ തോമു അത് കഴിഞ്ഞ വഴിക്ക് ഓടി വന്നു കേട്ടോ. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ തിരിച്ച് വേഗം വീട്ടിൽ പോവുകയാണ് കേട്ടോ. കാരണം അത്രയ്ക്കും ചൂടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു.